എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. എൻ്റെ പേര് VR മധുസൂദനൻ. ആർഷവിദ്യാ സമാജമെന്ന ആധ്യാത്മിക വിദ്യാഭ്യാസ നവോത്ഥാന പ്രസ്ഥാനത്തിലെ എളിയൊരു അധ്യാപകനാണ് ഞാൻ. ശ്രീ മാത്യു സാമുവലും ശ്രീ അനിൽ കൊടിത്തോട്ടവുമായുള്ള ചർച്ചയുടെ ഒരു വീഡിയോ കാണുവാൻ ഇടയായി. അതിൽ സനാതനധർമ്മത്തെയും സ്വാതന്ത്ര്യ സമര നേതാക്കളെപ്പോലും നിന്ദിക്കുകയാണ് രണ്ടുപേരും കൂടി ചെയ്തത്. അതുപോലെ സാക്ഷി അപ്പോളജറ്റിക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രീ ജെറി തോമസ് തുടങ്ങിയവർ ഹിന്ദുധർമ്മത്തെയും ആചാര്യന്മാരെയും സാമുദായിക സംഘടനാ നേതാക്കളെയുമൊക്കെ അവഹേളിക്കുകയാണ്. അനിൽക്കൊടിത്തോട്ടം, ജെറി തോമസ് എന്നിവർ കൂടാതെ അനിൽകുമാർ അയ്യപ്പൻ, ഫാദർ സിറിയക് തുണ്ടിയിൽ, ജോൺസൺ തെക്കടയിൽ, KP യോഹന്നാൻ, പോൾ ദിനകരൻ, സാം ജോർജ് തുടങ്ങിയ പാസ്റ്റർമാരുടെ ഒരു വലിയ നിര തന്നെയാണ് നേരിട്ടും യൂട്യൂബ് തുടങ്ങിയ മാധ്യമങ്ങൾ വഴിയും തുടർച്ചയായ അന്യമത വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നത്. പാതിരിമാരുടെ ഇതരമത നിന്ന് തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. എന്നാൽ അടുത്ത കാലത്ത് ഒരു ശമനം വന്നിരുന്നു എന്ന് കരുതുമ്പോഴാണ് ഇക്കൂട്ടർ വീണ്ടും സജീവമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹൈന്ദവ ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് കൂട്ടായ പ്രവർത്തനങ്ങൾ അത്യാവശ്യമായ ഒരു നിർണായക കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ഐക്യത്തിന് കൈകോർക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉണ്ടെന്നുള്ളത് ആശയ്ക്കും ആശ്വാസത്തിനും വക നൽകുന്നു. ഭൂരിപക്ഷം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടുതൽ സഹകരിക്കുന്ന സൗഹാർദ്ദപൂർണമായ ഇപ്പോഴത്തെ അന്തരീക്ഷത്തെ തകർക്കുക എന്ന നിക്ഷിപ്ത താൽപ്പര്യം ഇത്തരം പാസ്റ്റർമാർക്കുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ആർക്കൊക്കെയോ വേണ്ടി ഇരു സമുദായങ്ങളെയും അകറ്റുവാനാണ് ചിലർ ബോധപൂർവം ശ്രമിക്കുന്നത്. ഇത്തരം ആളുകളെ നിയന്ത്രിക്കുവാൻ സഭകൾ കൂടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സമാധാനപരമായി ജീവിക്കുന്ന ധാരാളം ക്രിസ്തുമത വിശ്വാസികളും ക്രിസ്ത്യൻ സമൂഹങ്ങളും ഉണ്ടെന്നുള്ളത് വിസ്മരിക്കുന്നില്ല. എന്നാൽ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന വിധം വസ്തുതാവിരുദ്ധമായി സംസാരിക്കുന്ന ഇത്തരം അധിക്ഷേപകരെ നിയന്ത്രിക്കേണ്ടതും സമാജ ഐക്യത്തിന് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു വചനത്തിലൂടെ നമുക്കിതിന് ഒരു തുടക്കം കുറിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെയും ലൂക്ക 6-ാം അധ്യായം 41 മുതൽ 42 വാക്യങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വചനം ഇതാണ്: സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ അന്യൻ്റെ കണ്ണിലെ കരടിനെ നോക്കുന്നത് എന്തിന്? ഇത് യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. മാത്യു സാമുവലിൻ്റെ ചോദ്യങ്ങളും അനിൽ കൊടിത്തോട്ടത്തിൻ്റെ മറുപടികളും വീക്ഷിക്കുന്ന ആർക്കും ഈ ക്രിസ്തുവചനം ഓർമ്മ വരും. ശ്രീ ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള മഹാഗുരുക്കന്മാരെ നിന്ദിക്കാൻ ശ്രമിക്കുന്ന ജെറി തോമസിനോടും കൂട്ടാളികളോടും ഇതുതന്നെയാണ് പറയുവാനുള്ളത്. വിശാല വീക്ഷണമുള്ള നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങൾക്കുള്ള റിപ്ലൈ അല്ല ഇത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. സജ്ജനങ്ങളായ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക പോലും തകർക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രതികരണം എന്ന് ഓർക്കണം. അന്യമത വിരോധവും സങ്കുചിതവാദവും വർഗീയവാദവും പിന്തുടർന്നവർക്കുള്ള അവർക്ക് മാത്രമുള്ള ഒരു മറുപടിയാണ് ഇത് എന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളും ആര്യസമാജ സ്ഥാപകനായ ശ്രീ ദയാനന്ദ സരസ്വതി സ്വാമികളും ഒക്കെ പണ്ട് ചെയ്തതും പിന്നീട് പല മഹാന്മാരും മഹാത്മാക്കളായിട്ടുള്ള വലിയ വലിയ ആൾക്കാരുമെല്ലാം ഏറ്റെടുത്തതായ ക്രൈസ്തവ മത നിരൂപണത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ടെന്നുള്ളത് നിരന്തരമായ അവഹേളനങ്ങൾ നടത്തുന്ന പാദ്രിമാരും പാസ്റ്റർമാരും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മിക്കവാറുമുള്ള എല്ലാ പാസ്റ്റർമാരും ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മതം മാറ്റാൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളത്. ഒരു മതേതര രാജ്യമായ ഭാരതത്തിൽ എല്ലാവർക്കും സ്വന്തം മതം അനുഷ്ഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും
മതപരിവർത്തനം നടത്തുവാനുള്ള അവകാശമുണ്ട്. ഒരുവന് ഇഷ്ടമുള്ള മതത്തിലേക്ക് മാറുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് രാജ്യത്തിൻ്റെ ഉന്നത മൂല്യങ്ങളെയും ഭരണഘടനയെയും അനാദരിക്കലാണ്. ചില സഭാപിതാക്കളും പാസ്റ്റർമാരുമൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട്. ഭരണഘടനയെ ചൂണ്ടിക്കാട്ടിയാണ് ഈ വാദമെന്ന് പ്രത്യേകം ഓർക്കണം. മതമനുഷ്ഠിക്കുവാനും മതവിശ്വാസി അല്ലാതിരിക്കുവാനും തങ്ങളുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം എന്നത് മതം മാറ്റുവാനുള്ള അവകാശമല്ലെന്ന് ആരാണ് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക? ഭരണഘടന കഴിഞ്ഞാൽ പിന്നീട് ഉയർത്തുന്നത് ബൈബിളാണ്. എല്ലാവരെയും മതപരിവർത്തനം നടത്തുവാൻ തങ്ങളുടെ മതഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ തങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെന്നും അതിനുവേണ്ടി രക്തസാക്ഷികളാകാൻ വരെ തയ്യാറാണെന്നും ഉള്ള ചില പ്രഖ്യാപനങ്ങൾ വലിയ മത മേലധ്യക്ഷന്മാരിൽ നിന്ന് വരെ വന്നിട്ടുണ്ട്. അന്ന് ഇസ്രായേൽ ഗോത്രത്തിലെ എല്ലാ ജാതികളിലും തൻ്റെ സന്ദേശം പ്രചരിപ്പിക്കണമെന്ന യേശുവിൻ്റെ വചനം ദുർവ്യാഖ്യാനം ചെയ്താണ് ചിലർ ഇങ്ങനെ പ്രസ്താവിക്കുന്നത്. എന്നാൽ വാദത്തിനു വേണ്ടി ഈ അവകാശവാദവും സമ്മതിക്കാം. ശരി, എല്ലാവരെയും മതം മാറ്റുവാൻ ബൈബിൾ പറയുന്നുണ്ടല്ലോ. എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് പോവാത്തത്? പണ്ട് ക്രൈസ്തവ രാജ്യങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ പോലും നിങ്ങളിപ്പോൾ ചെല്ലുന്നില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമല്ല, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഈ രക്ഷാപ്രവർത്തനം വേണ്ടേ? ഒരു സംശയമാണ്, ചോദിച്ചെന്ന് മാത്രം. നൈജീരിയയിലടക്കം ലോകമെങ്ങും ക്രിസ്തുവിൻ്റെ അനുയായികളെ ജിഹാദികൾ പീഡിപ്പിക്കുമ്പോൾ ഒരു പ്രതിഷേധ സ്വരം പോലും ഇക്കൂട്ടരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. എന്നാൽ എല്ലാവരെയും സഹിഷ്ണുതയോടുകൂടി വീക്ഷിക്കുന്ന ഹിന്ദു സമൂഹത്തിനെതിരെ, സനാതന ധർമ്മത്തിനെതിരെയാണ് ഇവരെല്ലാം ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത്. ഹിന്ദുക്കൾ വിദേശികളാണെന്ന് വരെ ചിലർ പ്രഖ്യാപിക്കുന്നു. വളർന്നു വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ സൗഹൃദം തകർക്കുവാനാണ് ഇവരുടെ ശ്രമം. ഇതിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുന്നു. മതം മാറ്റം ഉന്നതമായ മാനവ മൂല്യങ്ങൾക്കനുസരിച്ചാണ്. ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റു മതങ്ങളിലേക്ക് മാറാൻ അവകാശം വേണം. അങ്ങനെ ചെയ്യുന്നവരെ സംരക്ഷിക്കുവാൻ പ്രത്യേകം നിയമനിർമ്മാണം തന്നെ ആവശ്യമാണ്. സഭാ നേതാക്കൾ ഒരിക്കൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണിത്. എന്നാൽ അതേക്കുറിച്ച് ക്രിസ്തുമത ഗ്രന്ഥമായ ബൈബിൾ എന്തു പറയുന്നു എന്നന്വേഷിക്കുന്നത് കൗതുകകരമാണ്. കാരണം എല്ലാ ചർച്ചകളുടെയും എല്ലാത്തിൻ്റെയും തീർപ്പ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, അതായത് സോള സ്ക്രിപ്ചുറ എന്നാണല്ലോ പ്രഖ്യാപിതമായ ആശയം. നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമുള്ള വ്യാപകമായ മതം മാറ്റത്തിന് എതിരായ ഹിന്ദു സംഘടനകളുടെ നിലപാടാണ് സനാതനധർമ്മത്തോടു തന്നെയുള്ള ഇവരുടെ അസഹിഷ്ണുതയ്ക്ക് കാരണം. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന് എതിരെ രംഗത്ത് വരുന്നവരുടെ ഇരട്ടത്താപ്പും ഇവരുടെ പരമപവിത്രമായ മതഗ്രന്ഥത്തിലെ നിലപാടുകളും നമുക്കൊന്ന് പരിശോധിക്കാം. മതപരിവർത്തനത്തെപ്പറ്റി ബൈബിൾ എന്തു പറയുന്നു? മതം മാറുന്നതിനെ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ടാണ് ബൈബിൾ കണക്കാക്കുന്നത്. മതപരിവർത്തനത്തെക്കുറിച്ച് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൻ്റെ നിലപാടെന്താണ്? മതപരിവർത്തനാശയം, അന്യദേവ ആരാധന, അവയോടുള്ള ബൈബിളിൻ്റെ നിലപാടാണ് നാം പറയാൻ പോകുന്നത്. പഴയ നിയമ പുസ്തകം, അതിൽ ആവർത്തന പുസ്തകത്തിലെ 13-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വരികൾ വായിക്കുന്നവർക്ക് ബൈബിളിൻ്റെ നിലപാട് വളരെ വ്യക്തമായി ബോധ്യപ്പെടും. നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ ചില വചനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാലോ? യഹോവ പറയുന്നതായി ബൈബിൾ വിവരിക്കുന്ന ഭാഗങ്ങളാണ് ഇത്. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കാദ്യം നോക്കാം. നിൻ്റെ അമ്മയുടെ പുത്രനായ നിൻ്റെ സഹോദരനോ
നിൻ്റെ പുത്രനോ പുത്രിയോ, നിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോ, നിൻ്റെ ആത്മസുഹൃത്തോ, വരൂ നമുക്ക് മറ്റു ദേവന്മാരെ സേവിക്കാം എന്ന് രഹസ്യമായി പറഞ്ഞ് നീയോ നിൻ്റെ പിതാക്കളോ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരിലേക്ക് ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപത്തോ വിദൂരത്തോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ചില ദേവന്മാരിലേക്ക് നിന്നെ വശീകരിച്ചാൽ നീ വഴങ്ങരുത്, അയാൾക്ക് നീ ചെവി കൊടുക്കരുത്. നോക്കൂ, മതപരിവർത്തനം നടത്താനൊന്നുമല്ല, മറ്റ് ദേവന്മാരെ സേവിക്കാനുള്ള വന്ദിക്കുവാനുള്ള നിരുപദ്രവമായ ആശയം പോലും തള്ളിക്കളയണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇങ്ങനെയൊരാശയം നമ്മളോട് രഹസ്യമായി പറയുന്നവരെ, അത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോ പുത്രനോ പുത്രിയോ ആത്മസുഹൃത്തോ സഹോദരനോ ആരായാലും, എങ്ങനെ അവരെ കൈകാര്യം ചെയ്യണമെന്ന് കൂടി ബൈബിൾ തുറന്നു പറയുന്നുണ്ട്. നിൻ്റെ കണ്ണുകളിൽ അയാളോട് കാരുണ്യമുണ്ടാകരുത്, അയാളെ നീ വെറുതെ വിടരുത്, ഒളിച്ചു വയ്ക്കുകയും അരുത്. അയാളെ നീ കൊല്ലണം, അയാളെ വധിക്കാൻ നീ ആദ്യം കരം ഉയർത്തണം, പിന്നീട് ജനങ്ങൾ എല്ലാവരും കരമുയർത്തണം. നീ അയാളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതാണ് ദിവ്യവചനം. നമ്മളോടുള്ള വിശ്വാസവും സ്വാതന്ത്ര്യവും നിമിത്തം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളോട് രഹസ്യമായി ഒരു അഭിപ്രായം പറഞ്ഞാലുള്ള അവസ്ഥ എത്ര ഭീകരമാണ് എന്ന് ഈ ദൈവവചനം ബോധ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവർ പറഞ്ഞ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് പറയുകയോ തിരുത്തുകയോ അല്ലേ മതവിശ്വാസികൾ ആദ്യം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ രഹസ്യമായി പറഞ്ഞ ആശയങ്ങളെ ഈ യഹോവ ഭക്തന്മാർക്ക് രഹസ്യമാക്കി വെച്ചുകൂടായിരുന്നോ? തെറ്റായ കാര്യമാണെങ്കിൽ പോലും രഹസ്യമായി പറഞ്ഞാൽ തെറ്റ് ബോധ്യപ്പെടുത്തി ശരിയിലേക്ക് കൊണ്ടുവരികയല്ലേ ആദ്യമായി ഒരാൾ ചെയ്യേണ്ടത്? അതിനു പകരം ആ പ്രിയപ്പെട്ടവരെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്യേണ്ടത് എന്ന് യഹോവയായ ദൈവം പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നേരെ കല്ലെറിയുവാൻ ആദ്യം നമ്മൾ തന്നെ കരമുയർത്തണം, പിന്നീട് ജനക്കൂട്ടം മുഴുവൻ കല്ലെറിയണം. അതായത് ആൾക്കൂട്ട കൊലപാതകം. നോക്കൂ, നമുക്ക് മതത്തെയോ യഹോവയെയോ ഉപേക്ഷിക്കാം, വേറൊരു മതത്തിൽ ചേരാം എന്ന് പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് മതം ഉപേക്ഷിക്കാം എന്നല്ല, മറ്റേതെങ്കിലും ദേവനെ ആരാധിച്ചാലോ എന്ന ആശയം രഹസ്യമായി പറഞ്ഞാൽ പോലും അയാളെ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കുറ്റം ചുമത്തി കല്ലെറിഞ്ഞു കൊല്ലണമെന്നും ആദ്യത്തെ കല്ല് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എറിയണമെന്നുമാണ് ബൈബിളിലൂടെ യഹോവ വ്യക്തമായ രീതിയിൽ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ഏതെങ്കിലും പുരോഹിതന്മാരുടെയോ ഉപദേശികളുടെയോ വെറുമൊരു ഉപദേശമല്ല, യഹോവയായ ദൈവത്തിൻ്റെ വ്യക്തമായ ആജ്ഞയാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അഭിപ്രായം പറഞ്ഞവർ മതം ഉപേക്ഷിച്ചിട്ടില്ല, യഹോവയെയും ഉപേക്ഷിച്ചിട്ടില്ല. യഹോവയെ ആരാധിക്കുന്നവരുമാണ് അവർ. മറ്റൊരു ദൈവത്തെ കൂടി ആരാധിച്ചാലോ അപ്പോൾ വരെ വേറൊരു ദൈവത്തെ വണങ്ങിയിട്ട് പോലുമില്ല. ഈ ആശയം പറഞ്ഞവർക്കാണ് കല്ലെറിഞ്ഞു കൊല്ലപ്പെടുക എന്ന ദുർവിധി ഉണ്ടാകുന്നത്. ഒരു സംശയം ചോദിച്ചാൽ ഉത്തരം പറയുകയല്ല, മറിച്ച് ചോദിച്ച ആളെ ചിത്രവധം ചെയ്യുകയാണ് ഇവിടെ. ഇനിയെങ്ങാനും കാര്യകാരണസഹിതം കൃത്യമായ മറുപടി പറയാൻ ഇല്ലാത്തതുകൊണ്ട് കൊല്ലിച്ചതാകുമോ എന്ന് സന്ദേഹിക്കുന്നവരെ കുറ്റം പറയാനാകുമോ? ഇവിടെ ചോദ്യം വളരെ ലളിതമാണ്. സഭാ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഉന്നത മൂല്യങ്ങളെ മുൻനിർത്തി ബൈബിളിലെ ഈ ആഹ്വാനത്തെ തള്ളിപ്പറയുവാനോ പുനർവ്യാഖ്യാനിക്കുവാനോ സഭാ നേതാക്കൾ തയ്യാറാകുമോ? കല്ലെറിഞ്ഞു കൊല്ലൽ എന്ന പ്രാകൃത ശിക്ഷയ്ക്ക് വിധേയരാകുന്നവരുടെ അസഹ്യവേദനകൾ നിറഞ്ഞ യാതനാപൂർണമായ മരണത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ഇവിടെ ആ ഭീകരതയ്ക്ക് വിധേയരാകുന്നവർ നമ്മളെ മതം മാറ്റാൻ എത്തുന്നവരല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരാണ് എന്നുകൂടി ഓർക്കേണ്ടതാണ്. നമ്മളോടുള്ള അടുപ്പവും സ്വാതന്ത്ര്യവും കൊണ്ട് അവർ തെറ്റായ ഒരു ആശയം തന്നെ പറഞ്ഞുവെന്ന് ഇരിക്കട്ടെ, എങ്കിലും
മേൽപ്പറഞ്ഞ ആഹ്വാനം ദൈവത്തിൻ്റേതാണെന്ന് കരുതുവാൻ, വിശ്വസിക്കുവാൻ മതഭ്രാന്തന്മാരല്ലാതെ മറ്റാർക്കാണ് കഴിയുക? പ്രാകൃതവും നിഷ്ഠൂരവുമായ ശിക്ഷ എന്തിനെന്നു കൂടി തുറന്ന് അതേ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. ഇസ്രായേൽക്കാരെല്ലാം ഇത് കേട്ട് ഭയപ്പെടണം. ഇനിയൊരിക്കലും നിങ്ങളുടെ ഇടയിൽ ഇത്തരം ദുഷ്ടതകൾ ആരും ചെയ്യരുത്. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിലെ 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണിത്. ഇത്തരം ശിക്ഷാവിധികൾ നടപ്പാക്കി ജനങ്ങളുടെ മനസ്സിൽ ഭയാശങ്കകൾ സൃഷ്ടിച്ചാൽ മതപരിവർത്തനം തടയാം എന്നാണല്ലോ പല അതിക്രമകാരികളും കരുതുന്നത്. ബൈബിളിൽ യഹോവ പറയുന്ന കാര്യങ്ങളെ അക്ഷരം പ്രതി നടപ്പിലാക്കുന്ന അവരെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് എങ്ങനെ കുറ്റപ്പെടുത്താനാകും? ഒരു നഗരത്തിൽ, നഗരമോ ഗ്രാമമോ ആകാം, അന്യദേവാരാധന നടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരു മതപരിവർത്തനം നടന്നു വന്നാൽ ആ നഗരം തന്നെ നശിപ്പിക്കുക, ഇത് ബൈബിളിലെ ഒരാഹ്വാനമാണ്. നേരത്തെ പറഞ്ഞത് അന്യദേവാരാധന ചെയ്യാൻ മതപരിവർത്തന ആശയം പറയുന്നവരോട് ചെയ്യേണ്ട നടപടിയാണ്. ഇനി ഒരു നഗരത്തിൽ മതപരിവർത്തനം നടന്നു എന്നറിഞ്ഞാലോ? ആവർത്തന പുസ്തകം 13-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് നോക്കാം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വസിക്കുവാൻ നൽകുന്ന നഗരങ്ങളിലൊന്നിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് ചില നീചന്മാർ ചെന്ന് നമുക്ക് പോയി മറ്റ് ദേവന്മാരെ സേവിക്കാം എന്ന് നീ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെക്കുറിച്ച് പറഞ്ഞ് ആ നഗരവാസികളെ വശീകരിച്ചു എന്നു കേട്ടാൽ നീ അത് തിരക്കി അന്വേഷിച്ച് താൽപ്പര്യപൂർവ്വം വിസ്തരിച്ചറിയണം. അത്തരം ഒരു മ്ലേച്ഛത നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നത് സത്യവും തീർച്ചയുമായാൽ ആ നഗരവാസികളെ നീ നിശ്ചയമായും വാളിന് ഇരയാക്കണം. എത്ര മഹനീയമായ ദൈവകൽപ്പന! യഹോവ കരുണാസാഗരൻ, കരുണാസമുദ്രം തന്നെ. ചില നഗരവിശ്വാസികൾ മറ്റു മതങ്ങളിലേക്ക് ആകൃഷ്ടരായാൽ ആ നഗരത്തെ കൊള്ളയടിക്കണമെന്നും ജീവജാലങ്ങളെയെല്ലാം കൊന്നു ചുട്ട് ചാമ്പലാക്കുവാനുമാണ് ബൈബിളിലെ ദൈവനീതി ആഹ്വാനം ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ നീതിയോ അനീതിയോ, ന്യായമോ അന്യായമോ, ധർമ്മമോ അധർമ്മമോ? തുടർന്നുള്ള വാചകങ്ങളും വായിച്ചു നോക്കാം. സകല നിവാസികളെയും കന്നുകാലികളടക്കം ആ നഗരം വാൾ കൊണ്ട് നിശേഷം നശിപ്പിക്കണം. നീ അതിലെ കൊള്ള മുതലെല്ലാം അവിടെ മൈതാനമധ്യത്തിൽ കൂട്ടണം. നഗരവും അതിലെ കൊള്ള മുതലും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ള ഒരു ഹോമബലിയായി തീയിൽ നശിപ്പിക്കണം. അതെക്കാലത്തും ഒരു പാഴ്ക്കൂമ്പാരമായി കിടക്കട്ടെ, അത് വീണ്ടും പണിയരുത്. നഗരവാസികളിൽ ഒരാളോ കുറച്ചു പേരോ അല്ലെങ്കിൽ ഭൂരിപക്ഷം തന്നെയോ ചെയ്ത കുറ്റത്തിന്, അതായത് മതം മാറ്റത്തിന്, സകലരും കൊല്ലപ്പെടുക. ആ നഗരത്തിലെ നിവാസികളായ വൃദ്ധരും ഗർഭിണികളും വികലാംഗരും കുട്ടികളും അടക്കം എല്ലാവരെയും കൊല്ലണമെന്നും മനുഷ്യരുടെ ഈ പാപത്തിനെ അവിടത്തെ കന്നുകാലികളെ പോലും കശാപ്പ് ചെയ്യണമെന്നും വീടുകളും സ്ഥാപനങ്ങളും കൊള്ളയടിച്ച് നഗരം തീയിടണമെന്നും ആ നഗരത്തിൻ്റെ പുനർനിർമ്മാണം എന്നേക്കുമായി തടയണമെന്നും ആഹ്വാനം ചെയ്യുന്നത് യാതൊരുവിധ മാനവിക മൂല്യങ്ങൾക്കുമനുസരിച്ചില്ലെന്ന് സമ്മതിക്കുവാൻ സഭാ നേതാക്കൾ തയ്യാറാകുമോ? കുറച്ചുപേരുടെ മഹാപാപത്തിന് എല്ലാവരെയും ശിക്ഷിക്കണമെന്നാണോ ദൈവികമായ നീതി? മാനുഷിക നീതി പോലും ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഇവിടെ യഹോവയുടെ ചിന്താഗതി മനുഷ്യനേക്കാൾ താഴ്ന്ന തലത്തിലാണ്, സബ് ഹ്യൂമൻ ലെവലിലാണ് എന്നാർക്കും തന്നെ ബോധ്യമാകും. മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യം, രാക്ഷസന്മാരും പിശാചുക്കൾ പോലും മടുത്തു പോകുന്ന കാര്യമാണ് ഇവിടെ നീതിമാനായ ദൈവത്തിൻ്റെ ആജ്ഞയായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതെന്തു നീതി, ഇതെന്തൊരു ന്യായം! യഹോവയെ അല്ലാതെ വേറെ ആരെയെങ്കിലും ഒരു നഗരത്തിൽ ചിലർ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് കാര്യകാരണസഹിതം സംസാരിച്ചു യഹോവയുടെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരികയല്ലേ ഉചിതമായ പരിഹാരം?
അവർക്ക് പുനരാലോചിക്കുവാനുള്ള, റീതിങ്ക് ചെയ്യുവാനുള്ള അവസരം കൊടുക്കുന്നതല്ലേ യഥാർത്ഥ ദൈവിക നീതി? എത്ര തവണ സംസാരിച്ചിട്ടും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അവർ തിരിച്ച് യഹോവയുടെ മാർഗത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അവരെ പരിത്യജിക്കുകയോ അവർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തുകയോ ചെയ്യുന്നതല്ലേ അഭികാമ്യമായിട്ടുള്ളത്? ബന്ധുമിത്രാദികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൻ്റെ വിലക്കും നിസ്സഹകരണവും അവരെ വേണ്ടുവിചാരത്തിലേക്ക് നയിക്കില്ലേ? സാമം, ദാനം, ഭേദം എന്നിവ കൊണ്ട് പരിഹരിക്കാനാവാത്ത കാര്യങ്ങളിലല്ലേ അവസാനത്തെ നയമായ ദണ്ഡം ആവശ്യമായിട്ടുള്ളൂ? അതും ഈ അക്ഷന്തവ്യമായ അപരാധം ചെയ്തവരെ മാത്രമല്ലേ ശിക്ഷിക്കേണ്ടതുള്ളൂ? അല്ലാതെ ഒന്നോ രണ്ടോ പേരുടെ ഈ വിവരക്കേടിന് സകലരും ശിക്ഷിക്കപ്പെടുന്നത് നീതിയാണോ, ന്യായമാണോ, ധർമ്മമാണോ? ഇനി അവരെ മാത്രം കൊന്നാലും എന്തെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കാമായിരുന്നു. ഇത് ചിലരുടെ തെറ്റിന് അല്ലെങ്കിൽ നേരം പോക്കിന്. ബാക്കി നിരപരാധികളടക്കമുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടുന്ന അതിക്രൂരത നടപ്പിലാക്കാനാണ് ബൈബിളിലെ ദൈവവചനം പറയുന്നത്. സവിശേഷമായൊരു കാര്യം, മനുഷ്യരിൽ ചിലർ മറ്റൊരു ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് ആ വിവരം തന്നവരടക്കമുള്ള നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും, അതായത് വൃദ്ധരും ഗർഭിണികളും ഗർഭസ്ഥ ശിശുക്കളും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളും അമ്മമാരും വികലാംഗരും മന്ദബുദ്ധികളും രോഗികളും ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൊല്ലണമെന്നും മനുഷ്യരുടെ ഈ പാപത്തിന് അവിടുത്തെ കന്നുകാലികളെപ്പോലും കശാപ്പ് ചെയ്യണമെന്നും വീടുകളും സ്ഥാപനങ്ങളും കൊള്ളയടിച്ച് നഗരം തീയിട്ട് ചാമ്പലാക്കണമെന്നും അതിന്നും പാഴ്ക്കൂമ്പാരമായി അവശേഷിപ്പിക്കണമെന്നും നഗരത്തിൻ്റെ പുനർനിർമ്മാണം ഒരിക്കലും ചെയ്യരുതെന്നും ബൈബിളിലെ ദൈവമായ യഹോവ ആഹ്വാനം ചെയ്യുന്നു. ഐസിസ് ഭീകരവാദികൾ പോലും മടിക്കുന്ന കാര്യമാണ് ഇവിടെ ദൈവകൽപ്പനയായി ബൈബിൾ പറയുന്നത്. വാസ്തവത്തിൽ ഒരു ദൈവസങ്കല്പത്തിന് ചേർന്ന ഗുണങ്ങളാണോ ഇതെല്ലാം? ഭയപ്പെടുത്തി അടിമകളാക്കുന്ന ഫാസിസ്റ്റ് സാഡിസ്റ്റ് മനോഭാവമല്ലേ ഇവിടെ കാണാൻ കഴിയുന്നത്? മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്ന ആശയം പറഞ്ഞാലോ, കുറച്ചു പേർ വേറൊരു ദൈവത്തെ ആരാധിച്ചാലോ ഇത്രയും ഭീകരമായി പെരുമാറണമെന്ന് അനുശാസിക്കുന്ന പുസ്തകവും പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തെ എതിർക്കുന്നത് എന്ന വിരോധാഭാസം ഇവിടെ വ്യക്തമാണ്. അടുത്തൊരു വചനം നമുക്ക് നോക്കാം. എൻ്റെ പ്രധാന ആശയം തന്നെ പ്രവാചകരെ വധിക്കുക എന്നതാണ്. അന്യമതത്തിലേക്ക് മാറാൻ പറയുന്ന പ്രവാചകരെയും സ്വപ്നദർശികളെയും വധിക്കുവാനും പഴയ നിയമം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഈ തിരുവെഴുത്തുകൾ ചെവിക്കൊണ്ടവരാണ് യേശുക്രിസ്തുവിനെ ക്രൂശ് മരണം വിധിച്ചത്. കൊള്ളക്കാരനായ ബറാബസിനെ വിട്ടയച്ചാലും യേശുക്രിസ്തുവിന് മാപ്പ് കൊടുക്കരുതെന്ന് വാദിച്ചത്. യേശുവിനെ കൊല്ലിച്ച ഈ വചനങ്ങൾ പോലും ദൈവവചനമായി സ്വീകരിക്കേണ്ട ഗതികേടിലാണ് വിശ്വാസികൾ. ചോദ്യം ഇതാണ്: ഈ വാക്യങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അനുയായികൾ ഇപ്പോഴും അനുകൂലിക്കുന്നുണ്ടോ? ഇനി മറ്റൊരു വചനത്തിലേക്ക് നമുക്ക് നോക്കാം. അന്യമതസ്ഥരെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ് ആ ദിവ്യവചനം. അന്യദേവന്മാരെ ആരാധിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മതം മാറിയവരോട് മാത്രമല്ല, അന്യദേവന്മാരെ ഉപാസിക്കുന്നവരോട് പോലും ബൈബിളിലെ ദൈവം ക്ഷമിക്കുന്നില്ല. ഇത്തരം വചനങ്ങളെ പ്രമാണമാക്കി കരുതുന്നവർക്ക് എന്ത് സഹിഷ്ണുത, എന്ത് സൗഹൃദം, എന്ത് സാഹോദര്യം! ഇതാണോ മതസഹിഷ്ണുത വളർത്തുന്ന വചനം? ഇതാണോ മതസാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന ആശയം? ഇതാണോ മാനവൈക്യത്തിനുള്ള സന്ദേശം? അറിവില്ലായ്മ മൂലം ഇവരെ കൂടെ കൂട്ടിയാൽ കൂട്ടുന്നവരുടെ അവസ്ഥ അധോഗതി. ക്രിസ്ത്യാനികളുമായും ജൂതന്മാരുമായും കൂട്ടുകൂടരുത് എന്ന പരിശുദ്ധ ഖുർആൻ്റെ ആഹ്വാനത്തെ ഇക്കൂട്ടർക്ക് എങ്ങനെയാണ് എതിർക്കുവാൻ കഴിയുക? ഇനി മറ്റൊരു വചനത്തിലൂടെ നമുക്ക് കണ്ണോടിക്കാം.
അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളും വിഗ്രഹങ്ങളും നശിപ്പിക്കുക. നിങ്ങൾ പുറന്തള്ളാൻ പോകുന്ന ജനതകൾ അവരുടെ ദേവന്മാരെ സേവിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും, ഉന്നത പർവ്വതങ്ങളും മലകളും എല്ലാ പച്ചമരങ്ങളും തീർച്ചയായും നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ നിങ്ങൾ തകർക്കണം. സ്തംഭങ്ങൾ ഇടിച്ചു നിരത്തണം. അവരുടെ അശേരപ്രതിഷ്ഠകൾ തീയിൽ ചുട്ടുകളയണം. അവരുടെ ദേവന്മാരുടെ കൊത്തുരൂപങ്ങൾ വെട്ടിവീഴ്ത്തണം. അവരുടെ പേരുകൾ ആ സ്ഥലത്തു നിന്നും നിർമ്മാർജ്ജനം ചെയ്യുക. മതസഹിഷ്ണുതയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന മാർപ്പാപ്പ ബൈബിളിലെ ആവർത്തന പുസ്തകത്തിലെ 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഈ വാക്യങ്ങൾ വായിച്ചിരിക്കില്ല എന്ന് കരുതുന്നില്ല. ഇത്തരം അന്യമത വിദ്വേഷ ആഹ്വാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ ഇരുണ്ട കാലഘട്ടത്തിലെ ചരിത്രവും അദ്ദേഹം മറക്കുവാനിടയില്ല. ഇതിന്നും പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മതഭ്രാന്തന്മാർ ഉണ്ടായാൽ ലോകം വീണ്ടും ഇരുണ്ട യുഗത്തിലേക്ക് പതിക്കും. മറ്റൊരു വചനം കൂടി നമുക്ക് നോക്കാം. അന്യമതസ്ഥർക്കും ഇതര വംശങ്ങൾക്കും ജീവിക്കാൻ തന്നെ അർഹതയില്ലെന്ന് ബൈബിൾ. അന്യമത വിഭാഗങ്ങൾക്കോ വംശങ്ങൾക്കോ ജീവിക്കാൻ തന്നെ അർഹതയില്ലെന്നാണ് ലോക സ്രഷ്ടാവായ ബൈബിൾ ദൈവം അരുൾ ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവ് അതിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ നീ അതിലെ എല്ലാ പുരുഷന്മാരെയും വാളിനിരയാക്കണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാത്തിനെയും അതിലെ സമ്പത്തെല്ലാം കൊള്ള മുതലായി നീ സ്വന്തമാക്കിക്കൊള്ളുക. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന ശത്രുക്കളുടെ കൊള്ള മുതലെല്ലാം നിനക്ക് അനുഭവിക്കാം. ഇവിടെയുള്ള ജനതകളുടേതല്ലാത്തതും വിദൂരത്തിലുള്ളതുമായ എല്ലാ ജനതകളോടും ഇങ്ങനെ തന്നെ നീ പ്രവർത്തിക്കണം. നിന്റെ ദൈവമായ കർത്താവ് അവകാശമായി തരുന്ന ഈ ജനതകളുടെ നഗരങ്ങളിൽ ജീവനുള്ള ഒന്നും തന്നെ നീ ശേഷിപ്പിക്കരുത്. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും നിഷ്ഠൂരമായ ആക്രമണങ്ങൾക്കാണ് യഹോവ ആഹ്വാനം ചെയ്യുന്നത്. മറ്റ് ജനവിഭാഗങ്ങളോടും വംശങ്ങളോടുമുള്ള ബൈബിളിൻ്റെ ശത്രുത ശ്രദ്ധിക്കുക. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന പോലെ ഹിത്യരെയും അമോരിയരെയും കനാനിയരെയും ഫെരിസിയരെയും ഹിവിയരെയും യബൂസിയരെയും നീ നിശേഷം നശിപ്പിക്കണം. അവർ തങ്ങളുടെ ദേവന്മാരുടെ ശുശ്രൂഷയ്ക്കായി ചെയ്തിരുന്ന മ്ലേച്ഛകൃത്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കുക വഴി നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത്. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണിത്. മതപരിവർത്തനം ചെയ്യുന്നവരെയും മതം മാറിയവരെയും മാത്രമല്ല, തങ്ങളെ സ്വാധീനിക്കാനിടയുള്ള ജനവിഭാഗങ്ങളെപ്പോലും കൂട്ടക്കൊല നടത്താനാണ് ബൈബിൾ ദൈവം ആഹ്വാനം ചെയ്യുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും സംഖ്യാപുസ്തകം 21 അധ്യായം 35-ലും ഇതിനോട് സാദൃശ്യമുള്ള ഉപദേശങ്ങൾ കാണാൻ കഴിയും. അവിടെ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളോട് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ ഭാഷയിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങൾ ഉടയ്ക്കണം, സ്തംഭങ്ങൾ തകർക്കണം, അശേറ പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തണം, കൊത്തുരൂപങ്ങൾ ചുട്ടുകളയണം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇത്തരം ഉപദേശങ്ങൾ തങ്ങൾക്ക്, അതായത് യഹോവയുടെ അനുയായികൾക്ക് വേണ്ടി മാത്രമാണെന്നുള്ളതാണോ സഭാ നേതാക്കൾ കരുതുന്നത്? ഇതൊക്കെ തന്നെയല്ലേ ബൈബിളിൽ നിന്ന് പ്രചോദനം നേടിയ ഇസ്ലാം മതവും പറയുന്നത്? യഹോവ നൽകിയതെന്ന് ക്രിസ്ത്യാനികളും, മോശയ്ക്ക്, അതായത് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്തതാണെന്ന് തൗറാത്ത് മുസ്ലിങ്ങളും പറയുന്നു. അതുതന്നെയാണ് അവർ അനുവർത്തിക്കുന്നത്. ഇനി മറ്റൊരു വാചകത്തിലൂടെ നമുക്ക് നോക്കാം. പിഞ്ചു കുഞ്ഞുങ്ങളെ വധിക്കുക. ബൈബിളിലെ യഹോവ എന്ന ദൈവസങ്കല്പം കണ്ണിൽ ചോരയില്ലാത്ത, ദയയുടെ കണിക പോലും ഇല്ലാത്ത ക്രൂരതയുടെ ആൾരൂപമാണ്. മുല കുടിക്കുന്ന കുട്ടികളെപ്പോലും ഗർഭസ്ഥ ശിശുക്കളെ വരെ കൂട്ടക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഗോത്രവർഗ സങ്കല്പമാണിത്. ഉടൻ പോയി അമാലേക്കിനെ തകർക്കുക, അവർക്കുള്ളതെല്ലാം പാടെ നശിപ്പിക്കുക.
ആരെയും ഒഴിവാക്കരുത്. സ്ത്രീ പുരുഷന്മാരെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും കൊല്ലുക. 1 ശമൂവേൽ 15-ാം അധ്യായത്തിലെ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും, ആര് ചെയ്ത അപരാധത്തിന്മേലാണെങ്കിലും കുഞ്ഞുങ്ങളെ, അതും മുല കുടിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ആൾ ദൈവമായിരിക്കുമോ? ഇതാണ് ദൈവമെങ്കിൽ പിന്നെ പിശാചാരാണ്? തിരിച്ചറിവോ കാര്യകാരണ ചിന്താശേഷിയോ ഇല്ലാത്ത കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും കൂട്ടക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യം എത്ര ഭയങ്കരമാണ്! ഇദ്ദേഹമാണോ സ്വർഗം തരുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നത്? അസഹിഷ്ണുത എവിടെ നിന്നാണെങ്കിലും എതിർക്കപ്പെടേണ്ടതല്ലേ? മനുസ്മൃതി, വിചാരധാര എന്നിവയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്നവർ തങ്ങളുടെ നേർക്ക് വിരൽ ചൂണ്ടുന്ന ഇത്തരം വചനങ്ങൾ കാണുന്നില്ലേ? കുറച്ചു കാലമായി അൽക്കൊടിത്തോട്ടം, അൽകുമാർ അയ്യപ്പൻ, ഫാദർ സിറിയക് തുണ്ടിയിൽ, ഫാദർ ജോൺസൺ തെക്കടയിൽ തുടങ്ങിയവർ നടത്തുന്ന സനാതനധർമ്മ വിമർശനം സഹിക്കാവുന്നതിൻ്റെ എല്ലാം പരിധി കടന്നിരിക്കുന്നു. സംഘടനകളുടെ നിലപാടുകൾ കാലത്തനുസരിച്ച് പുതുക്കണം. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടുകൾ എത്രയോ വട്ടം തിരുത്തിയിരിക്കുന്നു. ശാസ്ത്ര നിലപാടുകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് വേണ്ടത്. സ്മൃതികൾ കാല, ദേശ, പാത്രമനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ബൈബിളിലെ ഒന്നും നീക്കാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല എന്നാണ് യോഹന്നാൻ്റെ വെളിപാട് പുസ്തകം പറയുന്നത്. ബൈബിളിൽ ഒന്നും തന്നെ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നാണ്. യോഹന്നാൻ്റെ വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണത് പറയുന്നത്. ആ പുസ്തകം കക്ഷത്തിൽ വെച്ച് മറ്റുള്ളവരെ വിമർശിക്കുവാൻ വരുമ്പോൾ ഇനി എല്ലാവരും വെറുതെ ഇരിക്കുമെന്ന് കരുതരുത്. ഇനി യഹോവയുടെ സ്വഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ചില പാസ്റ്റർമാരും പാതിരിമാരും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി സനാതന ധർമ്മ വിമർശനം നടത്തുകയാണ്. ഇവരുടെ കടുത്ത അസഹിഷ്ണുതയിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അവർ വിശ്വസിക്കുന്ന യഹോവ തന്നെ ബൈബിളിലൂടെ താൻ അസഹിഷ്ണുവാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇതിനുള്ള തെളിവുകളിലൂടെ നമുക്കൊന്ന് നോക്കാം. തന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ സഹിക്കാൻ പോലും പറ്റാത്ത അസഹിഷ്ണുവാണെന്ന് യഹോവ ബൈബിളിൽ പലയിടത്തായി പറയുന്നുണ്ട്. ഉദാഹരണം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. ഇതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. യു ഷാൾ നോട്ട് ബോ ഡൗൺ ടു ദം, വർഷിപ്പ് ദം, ഫോർ ഐ ദ ലോർഡ് യുവർ ഗോഡ് ഐ ആം എ ജലസ് ഗോഡ്, punishing the children for the sin of parents to 3rd and 4th generation of those who hate me. പുറപ്പാട് 20:5 താനൊരു അസഹിഷ്ണുവായ ദൈവമാണെന്ന് യഹോവ പറയുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ അസൂയാലുവായ ദൈവമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ചിലയിടങ്ങളിൽ അസഹിഷ്ണുവായ ദൈവം. അസൂയാലുവായ ദൈവം എന്നതിന് പകരമായി തീഷ്ണതയുള്ള ദൈവം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനായി ചെയ്യുന്ന വാക്കുകൊണ്ടുള്ള കസർത്ത് മാത്രമാണ്. ഇവിടെ അസൂയയ്ക്കും അസഹിഷ്ണുതയ്ക്കും പകരമായി പറയുന്ന തീഷ്ണതയുള്ള ദൈവം ചെയ്യാൻ പോകുന്നത് തന്നെ അനുസരിക്കാത്തവരുടെ 3ഉം 4ഉം തലമുറകളോട് പക പോക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ തീഷ്ണത എന്നൊക്കെ പറഞ്ഞ് വെള്ള പൂശാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ അർത്ഥവും അസഹിഷ്ണുത തന്നെയാണ്. അസൂയ, അസഹിഷ്ണുത തുടങ്ങിയവ സദ്ഗുണങ്ങളാണോ അതോ ദുർഗുണങ്ങളാണോ? ദുർഗുണമാണെങ്കിൽ ഇവ ദൈവത്തിന് ചേർന്നതാണോ? ദുർബലനും പരിമിതനും സ്വാർത്ഥനുമായ മനുഷ്യന് അസൂയയും അസഹിഷ്ണുതയൊക്കെ ഉണ്ടാകാം. എന്നാൽ
അപരിമേയനും അപരിമിതനും സർവശക്തനും പൂർണ്ണനുമായ ദൈവത്തിന് ഈ ദുർഗുണങ്ങൾ ഉണ്ടാകുമോ? ഉത്തരം എന്തുതന്നെയായാലും ബൈബിളിലെ ദൈവമായ യഹോവ സ്വയം അവകാശപ്പെടുന്നത് താൻ അസൂയാലുവും അസഹിഷ്ണുവും ആണെന്നാണ്. ഇത് മറ്റാരുടെയെങ്കിലും വ്യക്തമായ ആരോപണമല്ല. യഹോവ തൻ്റെ പ്രകൃതമായ സ്വഭാവമായി തന്നെ സ്വയം പറയുന്നതാണ് ഇങ്ങനെ. യഹോവയുടെ അസഹിഷ്ണുത മാത്രമല്ല, ഇതര മതസ്ഥരുടെ സമീപനം നോക്കുക. ചില വചനങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. അന്യമതസ്ഥരുടെ ദേവാലയങ്ങളും വിഗ്രഹങ്ങളും തകർക്കണമെന്നാണ് യഹോവ ആഹ്വാനം ചെയ്യുന്നത്. ഇത്തരം ധാരാളം വചനങ്ങളുണ്ട്. ചിലത് നാം നേരത്തെ പരിചയപ്പെട്ടതാണ്. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 5-ൽ എന്തൊക്കെയോ പറഞ്ഞോ ആ വിഗ്രഹ നശീകരണങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ അന്യദേവന്മാരെ സേവിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും, ഉന്നത പർവ്വതങ്ങളും മലകളും എല്ലാ പച്ചമരങ്ങളും തീർച്ചയായും നശിപ്പിക്കണം എന്നുകൂടിയുണ്ട്. നശിപ്പിക്കപ്പെടുവാൻ മാത്രം തക്കതായ എന്തു തെറ്റുകളാണ് സ്ഥലങ്ങളും ഉന്നത പർവ്വതങ്ങളും മലകളും പച്ചമരങ്ങളും ഒക്കെ ചെയ്തത്? ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗമല്ലേ? ഇവയെല്ലാം നശിപ്പിക്കപ്പെട്ടാൽ പ്രകൃതിക്ക് തന്നെയല്ലേ നാശമുണ്ടാകുന്നത്? എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവെന്ന് പറയുന്ന യഹോവയ്ക്ക് ഇവയുടെ പ്രാധാന്യം അറിയില്ലെന്നുണ്ടോ? ആ പ്രദേശങ്ങളിൽ വെച്ചാണ് അന്യദേവാരാധന നടന്നുവെങ്കിൽ അത് ചെയ്ത മനുഷ്യരെയല്ലേ ശിക്ഷിക്കേണ്ടത്? ചിന്താശേഷിയില്ലാത്ത, തിരിച്ചറിവില്ലാത്ത പച്ചമരങ്ങളും പർവ്വതങ്ങളും മലകളുമെല്ലാം എന്തു പിഴച്ചു? ഇതേ ആശയം തന്നെയല്ലേ ഇസ്ലാം മതത്തിലെ ബുദ്ധികൻ, വിഗ്രഹപഞ്ചകൻ എന്നതിലും കാണുന്നത്? നാഗരികതകളും സർവകലാശാലകളും ഗ്രന്ഥാലയങ്ങളും താളിയോലകളും വിജ്ഞാനങ്ങളും തകർക്കാൻപ്പെടാൻ ബൈബിളിലെയും ഖുറാനിലെയും ഈ ആശയങ്ങൾ കാരണമായിട്ടില്ലേ? എത്ര ക്രൂരവും നിഷ്ഠൂരവുമായ ആക്രമണങ്ങൾക്കാണ് ബൈബിളിലെ ദൈവം ആഹ്വാനം ചെയ്യുന്നത്. അന്യദേവാരാധന ചെയ്യുന്ന ആൾക്കാരെ മാത്രമല്ല, തങ്ങളെ സ്വാധീനിക്കാനിടയുള്ള ജനവിഭാഗങ്ങളെപ്പോലും കൂട്ടക്കൊല നടത്താനാണ് ബൈബിൾ ആഹ്വാനം ചെയ്യുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, സംഖ്യാ പുസ്തകം 21-ാം അധ്യായം 35 എന്ന വാക്യങ്ങളിലെല്ലാം ഇതിനോട് സാമ്യമുള്ള ധാരാളം വാചകങ്ങൾ കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ കൊലപാതകങ്ങളും കൊള്ളയുമൊക്കെ പറയുന്നുണ്ട്. പുരുഷന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം. സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും കൊള്ള മുതലായി സൂക്ഷിക്കണം. സ്ത്രീകളെയും കുട്ടികളുടെയും സ്റ്റാറ്റസ് ഉയർത്തുന്ന ദിവ്യവചനം അവരെ ഉപയോഗിച്ചിരിക്കുന്നത് കൊള്ളമുതലിനോടാണ്. ഇസ്ലാമിലും ഇതേ ആശയമുണ്ട്. കൊള്ളമുതലിനെ അവർ ഗനീമത്ത് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. സ്ത്രീകളെയും കുട്ടികളെയും കൊള്ളമുതലായി സൂക്ഷിക്കുന്നത് അടിമകളാക്കാൻ വേണ്ടിയാണ്. സെമിറ്റിക് മതങ്ങൾ അന്നുണ്ടായിരുന്ന അടിമത്ത സമ്പ്രദായത്തെ ദൈവദത്തമായ ശാശ്വത വ്യവസ്ഥയാക്കി മാറ്റി അടിമകൾക്ക് മോചനം പോലും അസാധ്യമാക്കി തീർത്തു. സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളോടും മറ്റ് സമ്പത്തിനോടുമാണ് തുലനം ചെയ്തിരിക്കുന്നത്. അതെല്ലാം കൊള്ളമുതൽ എന്ന ഒറ്റ പേരിൽ അറിയപ്പെടുന്നു. കൊള്ളമുതൽ എല്ലാം നിനക്ക് അനുഭവിക്കാം എന്ന ഈ വചനത്തിൻ്റെ അർത്ഥമെന്താണ്? കൊള്ളമുതലായ സ്ത്രീകളെയും കുട്ടികളെയും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ അടിമകളാക്കുകയോ വിൽക്കുകയോ ലൈംഗിക അടിമകളാക്കുകയോ ചെയ്യാൻ കഴിയുമെന്നത് എത്ര ആശങ്കാജനകവും ക്രൂരവുമാണ്. സെമിറ്റിക് മതങ്ങളുടെ ദൈവസങ്കല്പത്തേക്കാൾ എത്രയോ ഉയർന്ന നിലയിലാണ് എബ്രഹാം ലിങ്കനും മറ്റു നവോത്ഥാന നായകരും എന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. വർണ്ണവിവേചനം അവസാനിപ്പിച്ച് അടിമത്ത സമ്പ്രദായം നിരോധിച്ച് മനുഷ്യാവകാശവും മനുഷ്യ സാഹോദര്യവും സംരക്ഷിക്കാൻ ശ്രമിച്ച ലിങ്കനും കെന്നഡിയുമൊക്കെ എത്രയോ ശ്രേഷ്ഠന്മാരാണ് എന്ന് ആർക്കും ബോധ്യമാകും. യഹോവയുടെ അസൂയ, സഹിഷ്ണുത, പ്രതികാരം എന്നിവ ബോധ്യപ്പെടുത്തുന്ന ആയിരക്കണക്കിന് വചനങ്ങൾ ബൈബിളിൽ ആർക്കും കാണാൻ കഴിയുന്നതാണ്. യേശുക്രിസ്തുവിനെ കൊല്ലിച്ച യഹോവയുടെ വചനം പോലും ബൈബിളിലുണ്ട്. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ മതി. അതിനെ കൂടി ദൈവവചനമായി സ്വീകരിക്കേണ്ട ഗതികേടിലാണ് സഭകളെല്ലാം.
ബൈബിളിലെ വചനങ്ങളെല്ലാം ഒരു മാറ്റവും തിരുത്തലും അസാധ്യമായ പരിഷ്കരണം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒന്നാണ്. ബൈബിളിലെ ഒന്നും നീക്കാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല എന്ന് യോഹന്നാൻ്റെ വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. 22-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇനി സനാതനധർമ്മത്തിൻ്റെ നിലപാട് നോക്കാം. സ്വീകരണം, വർജനം അഥവാ തിരസ്കരണം, സംശോധനം, പരിഷ്കരണം, നവോദ്യമം അഥവാ ഗവേഷണം എന്നീ പഞ്ചസംസ്കരണത്തിലൂടെ ഗ്രന്ഥങ്ങളെയും ആശയങ്ങളെയും ആചാര്യ ഉപദേശങ്ങളെയും സ്വാംശീകരിക്കുന്ന ദർശനമാണ് സനാതനധർമ്മം. സത്യമാണെങ്കിൽ, വ്യക്തിക്കും സമാജത്തിനും നന്മ നൽകുന്നതാണെങ്കിൽ അവയെ സ്വീകരിക്കുക, അതിനെയാണ് സ്വീകരണം എന്ന് പറയുക. വ്യക്തിക്കും സമാജത്തിനും വിരുദ്ധമാണെങ്കിൽ അവയെ വർജിക്കുക, വർജനം. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, സംശോധനം. കാലദേശ പാത്രമനുസരിച്ച് പരിഷ്കരിക്കുക, അതിനെ പരിഷ്കരണം എന്ന് പറയാം. ഇതുവരെ ഇല്ലാത്ത പുതിയ കാര്യങ്ങളെ കണ്ടെത്തുക, അതിനെയാണ് നവോദ്യമം അഥവാ ഗവേഷണം എന്ന് പറയുക. ഇങ്ങനെയുള്ള 5 സംസ്കരണങ്ങളിലൂടെയാണ് സ്വാത്മീകരണം സാധ്യമാക്കുന്നത്. ഇതിന് സ്വാതന്ത്ര്യം നൽകുന്ന സനാതനധർമ്മത്തെ വിമർശിക്കുവാനും അപമാനിക്കുവാനും ശ്രമിക്കുന്നത് ബൈബിൾ പോലെയുള്ള ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയാത്ത ഗ്രന്ഥങ്ങളുമായിട്ട് നടക്കുന്ന ഇത്തരം ടീമാണ്. അഹോ കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇത്തരം മോശപ്പെട്ട ആശയങ്ങളുള്ള ഒരിക്കലും തിരുത്താനാവാത്ത പുസ്തകങ്ങളെ മതഗ്രന്ഥങ്ങളായി കണക്കാക്കുന്നവരാണ് ഹിന്ദുവിനെ നിന്ദിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇനി ബൈബിളിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പാതിരിമാരുടെയും പാസ്റ്റർമാരുടെയും പുതിയ തെറ്റിദ്ധരിപ്പിക്കൽ തന്ത്രം ആണ് അത്. പുതിയ നിയമം സമം ബൈബിൾ, അതായത് ബൈബിൾ എന്നാൽ പുതിയ നിയമം മാത്രം. സത്യത്തിൽ പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെട്ട പുസ്തക സമാഹാരത്തെയാണ് മതഗ്രന്ഥമായ ബൈബിളെന്ന് എല്ലാ ക്രിസ്തീയ സഭകളും കണക്കാക്കുന്നത്. ബൈബിൾ സമം പഴയ നിയമം പ്ലസ് പുതിയ നിയമം. ഈ ഗ്രന്ഥങ്ങൾ അടിമുടി പരിശുദ്ധാത്മ വിശ്വാസീയമാണ്. എല്ലാ സഭകളും ഇത് വിശ്വസിക്കുന്നു. അതായത് ദൈവത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണിതെല്ലാം. ഈ പുസ്തകങ്ങളിലെ ആശയങ്ങൾ മാത്രമല്ല, അവയിലെ കുത്തും കോമയും ഉൾപ്പെടെയുള്ള എല്ലാ വാക്കുകളും വാചകങ്ങളും എക്കാലത്തേക്കും ബാധകമായ ദൈവവചനമാണ് എന്നും. അതുപോലെ തന്നെ അവയിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും സഭകൾ ഒരുപോലെ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി പഴയ നിയമത്തിൻ്റെ പ്രാധാന്യമൊന്ന് നോക്കാം. പഴയ നിയമം യഹോവയായ ദൈവം പ്രവാചകന്മാർക്ക് നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള വചനങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ്. അതാണ് സഭകളുടെ നിലപാട്. പഴയ നിയമം ദൈവവചനമായി അംഗീകരിക്കാത്ത ഒറ്റ സഭ പോലും നിലവിലില്ല. അങ്ങനെ അവർ അംഗീകരിക്കാതെ വന്നാൽ ത്രിത്വത്തിലെ ഒന്നാം ദൈവം, പ്രവാചകന്മാർ, 10 കൽപ്പനകൾ, സൃഷ്ടിക്കഥ, പാപസങ്കല്പം ഒക്കെ തകർന്നു പോകും. സഭകൾ അംഗീകരിക്കുന്ന 66 അല്ലെങ്കിൽ 72 പുസ്തകങ്ങൾ 27 ചുരുങ്ങും. ഇതിനെപ്പറ്റി വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. മുമ്പ് ഇതര മതനിന്ദ, വംശഹത്യ എന്നിവയ്ക്ക് ആഹ്വാനം നൽകുന്ന യഹോവയുടെ അസഹിഷ്ണുതാവചനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ആയിരക്കണക്കിന് ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ് നൽകിയത്. എന്നാൽ ഇതെല്ലാം പഴയ നിയമത്തിലല്ലേ എന്ന് വാദിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഇതെല്ലാം പഴയ നിയമമല്ലേ, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന ചിലരുടെ നിലപാട് ശരിയാണോ? നമുക്ക് പരിശോധിക്കാം. ഇവരോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളാണ് ഇനി പറയുന്നത്. ചോദ്യം ഒന്നാമത്തത്: ത്രിത്വത്തിലെ ഒന്നാം ദൈവമായ യഹോവ, അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ, യഹോവയെ നേരിട്ട് കണ്ട മോശയടക്കമുള്ള പ്രവാചകന്മാർ, അവരുടെ പ്രവചനങ്ങൾ എന്നിവയെല്ലാം എവിടെയാണ് ഉള്ളത്? അതിൻ്റെ ഉത്തരം പഴയ നിയമത്തിൽ എന്ന് മാത്രമാണ് ഉത്തരം. അവ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തള്ളുന്നത് ത്രിത്വത്തിലെ ഒന്നാം ദൈവത്തെ തന്നെയല്ലേ?
യേശുവിൻ്റെ പിതാവ് എന്ന് മാത്രമല്ല, യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്ന് വാദിക്കുന്ന സഭകൾ പോലുമുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ്, ദൈവവചനവും മതഗ്രന്ഥവുമായി അംഗീകരിക്കുന്ന ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? ഉത്തരം, പഴയ നിയമവും അതായത് ഓൾഡ് ടെസ്റ്റമെൻറ്റും പുതിയ നിയമവും അതായത് ന്യൂ ടെസ്റ്റമെൻറ്റും അടങ്ങുന്ന പുസ്തക സമാഹാരത്തെ മാത്രമേ ബൈബിളെന്ന് വിശേഷിപ്പിക്കൂ. പുതിയ നിയമവും 27 പുസ്തകങ്ങളടങ്ങുന്ന പഴയ നിയമവും ഉൾപ്പെട്ടതാണ് ബൈബിൾ. പ്രൊട്ടസ്റ്റൻ്റ് സഭക്കാർ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ഒപ്പം പഴയ നിയമത്തിലെ പുസ്തകങ്ങളും കൂടെ ചേർത്ത് 66 പുസ്തകങ്ങളും, കത്തോലിക്ക സഭക്കാർ 72 മുതൽ 78 പുസ്തകങ്ങളെയും അവരുടെ മതഗ്രന്ഥമായി കണക്കാക്കുന്നു. 2000-ഓളം സഭകളും 20,000-ത്തിലേറെ സെക്റ്റുകളും ഈ 2 ഭാഗങ്ങളെയും ദൈവവചനങ്ങളായി പരിഗണിക്കുന്നു. ചോദ്യം 3, പഴയ നിയമത്തെ ദൈവവചനമായി അംഗീകരിക്കാത്ത സഭകൾ ഏതെങ്കിലും ഉണ്ടോ? ഉത്തരം, ഇല്ല. ചോദ്യം 4, പ്രത്യേക സാഹചര്യങ്ങളിൽ പറഞ്ഞവയാണോ ഇവയെല്ലാം? ഉത്തരം, എല്ലാ സ്ഥലത്തും കാലഘട്ടത്തിലും പ്രസക്തമായ ശാശ്വതമായ നിയമം എന്ന നിലയിലാണ് ഇത് നൽകിയത് എന്നതിന് 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അതിലെ ചിലത് മാത്രം ഇപ്പോൾ ഇവിടെ പറയാം. ഒന്നാമത്തത് ആവർത്തന പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഭൂമിയിലെ നിങ്ങളുടെ ജീവിതകാലമത്രയും നിങ്ങൾ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ചട്ടങ്ങളും അനുശാസനങ്ങളും ഇവയാണ്. അടുത്തത് ദാവീദിൻ്റെ സങ്കീർത്തന പുസ്തകം നോക്കാം. സങ്കീർത്തനം 119:89. യഹോവേ, നിൻ്റെ വചനം ആകാശത്തിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത് നോക്കാം. യെശയ്യാ 40:8. പുൽക്കൊടി ഉണങ്ങുന്നു, പൂവ് വാടുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കുമായി നിലനിൽക്കും. അടുത്തൊരു വചനം കൂടി നോക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കായി തരുന്ന ദേശങ്ങൾ പോയി കൈവശപ്പെടുത്തുന്നതിന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും അനുശാസനങ്ങളും ശ്രദ്ധിച്ചു പാലിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് എന്തെങ്കിലും കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ അരുത്. ഞാൻ ആജ്ഞാപിക്കുന്നവ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക. മറ്റൊരു വചനം കൂടി നോക്കാം. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിലെ 32-ാമത്തെ വാക്യം. ഞാൻ കൽപ്പിക്കുന്ന പോലെയെല്ലാം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ ഒന്നും നീക്കരുത്. എന്തെങ്കിലും അവയിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയോ അവയിൽ നിന്ന് നീക്കം ചെയ്യുകയോ അരുത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യം നോക്കിയാൽ ഈ വചനങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. പുതിയ നിയമത്തിലും യെശയ്യാ 40-ാം അധ്യായം 8 വാക്യത്തെ ശരിവയ്ക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 23-ാം വാക്യം. പുല്ല് വാടുകയും പൂവ് പൊഴിയുകയും ചെയ്യും, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായി പറഞ്ഞതല്ല, താൽക്കാലികമായി പറഞ്ഞതല്ല, ശാശ്വതമായിട്ടാണ് ഇവയെല്ലാം പറഞ്ഞിട്ടുള്ളത്. പഴയ നിയമം ജീസസ് റദ്ദ് ചെയ്തു എന്ന് വാദിക്കുന്നവരോട് ജീസസ് തന്നെ പറയുന്ന വാചകങ്ങൾ നമുക്ക് നോക്കാം. യേശു ക്രിസ്തു പറഞ്ഞതായി പുതിയ നിയമത്തിൽ പറയുന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. നിയമത്തെയോ പ്രവാചകന്മാരെയോ റദ്ദാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. റദ്ദാക്കാനല്ല, നിറവേറ്റുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും വരെ എല്ലാം നിറവേറ്റുവോളം നിയമത്തിൽ വള്ളിപ്പുള്ളി മാറ്റം വരികയില്ല.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷേ നിയമത്തിൻ്റെ ഒരു വള്ളിയോ പുള്ളിയോ അസാധുവായി തീരുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും കടന്നു പോകുന്നതാണ്. ലൂക്കോസിൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യമാണിത്. പുത്രൻ്റെ വരവോടെ യഹോവയുടെ സ്വഭാവം മാറിപ്പോയി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം മാറുമോ? ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? യഹോവയുടെ സ്വഭാവം അഥവാ പ്രകൃതം മാറില്ല എന്ന് വ്യക്തമാക്കുന്ന ബൈബിൾ വചനങ്ങൾ ധാരാളമുണ്ട്. പഴയ നിയമം എന്തു പറയുന്നു? 1 മലാഖി 3-ാം അധ്യായം 6-ാമത്തെ വചനം, ഞാൻ മാറുന്നില്ല, യഹോവ പറയുന്നതാണ്. ഞാൻ യഹോവ, കർത്താവായ എനിക്ക് മാറ്റമില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമില്ലെന്ന് ഏറ്റവും നേരിട്ട് പ്രഖ്യാപിക്കുന്ന വചനമാണ് അത്. ഇനി പുതിയ നിയമം എന്ത് പറയുന്നു? അവനിൽ യാതൊരു മാറ്റവുമില്ല, മാറ്റത്തിൻ്റെ നിഴൽ പോലുമില്ല. യാക്കോബ് 1-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനമാണ് അത്. ഇനി 5-ാമത്തെ ചോദ്യം, ഇസ്രായേലുകൾക്ക് നൽകിയതാണെങ്കിൽ അവർക്ക് തെറ്റായ ഉപദേശങ്ങൾ നൽകുന്നത് ശരിയാണോ? ഉത്തരം മൗനമാണ്. ചോദ്യം 6-ാമത്തത്, നിരപരാധികളായ മനുഷ്യരെ എപ്പോൾ കൂട്ടക്കൊല ചെയ്താലും, മനുഷ്യരെ എവിടെ വഴിതെറ്റിച്ചാലും അത് തെറ്റ് തന്നെയല്ലേ? ഉത്തരം നിശബ്ദതയാണ്. 7-ാമത്തെ ചോദ്യം, യഹോവ ഇസ്രായേൽ ദൈവമാണെങ്കിൽ മറ്റുള്ള ജനവിഭാഗങ്ങളിൽ അതെന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത്? ഇവിടെ ഉത്തരവും നോ കമൻസ് എന്ന് മാത്രമേ ഉള്ളൂ. പഴയ നിയമം, അടുത്ത ചോദ്യമാണ്. പഴയ നിയമം ഒഴിവാക്കിയാൽ ത്രിത്വത്തിലെ 1-ാം ദൈവമായ യഹോവ, മോശ തുടങ്ങിയ പ്രവാചകന്മാർ, 10 കൽപ്പനകൾ, പാപസങ്കല്പത്തിനടിസ്ഥാനമായ സർപ്പം, ഇങ്ങനെയുള്ള പഴങ്കഥകളൊക്കെ പൊളിയില്ലേ? ഉത്തരം ക്രിസ്തുമത സങ്കല്പങ്ങൾ, സഭാ നേതാക്കളുടെ അവകാശവാദങ്ങളെല്ലാം തകരും. മാനവികതയ്ക്കും സഹിഷ്ണുതയ്ക്കുമെതിരായ ആശയങ്ങൾക്കെതിരെ പടപൊരുതേണ്ടതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു കർത്തവ്യം. സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ മാനവീയ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് മാത്രമല്ല, ഭാവി തലമുറയുടെ നിലനിൽപ്പിന് പോലും ശോഭനമായ ഭാവിക്കും അത് അത്യന്താപേക്ഷിതമാണ്. സമാധാനത്തോടുകൂടി ജീവിക്കുന്ന എത്രയോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നമ്മൾക്കിടയിലുണ്ട്. അവരോടെല്ലാം സ്നേഹമേ ഉള്ളൂ. വ്യക്തിക്കും സമാജത്തിനും വിരുദ്ധമായ ആശയങ്ങളോടും അവരുടെ മിഷണറി ബ്രെയിൻ വാഷിംഗ് തന്ത്രങ്ങളോടുമാണ് ഈ പ്രതികരണം എന്ന് പ്രത്യേകം ഓർക്കുക. വിധിക്കപ്പെടാതിരിക്കുവാൻ വിധിക്കരുത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 37, 38, 41 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ, ഇതെല്ലാം ഇവിടെ പറയുന്ന ഇതേ വാചകമാണ്. വിധിക്കപ്പെടാതിരിക്കുവാൻ വിധിക്കരുത് എന്നതാണ്. ഇവരോടെല്ലാം അവസാനമായി പറയാനുള്ള ഉപദേശവും ഇതുതന്നെയാണ്. സനാതന ധർമ്മ വിമർശനം നിങ്ങൾ നിർത്താൻ ഭാവമില്ലെങ്കിൽ ചട്ടമ്പിസ്വാമികൾ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അസഹിഷ്ണുതയോട് സഹിഷ്ണുത പാടില്ല. എന്നാൽ അതിക്രമങ്ങളല്ല പരിഹാരം. അതിനോട് ഒട്ടും യോജിപ്പുമില്ല. റാഡിക്കലൈസേഷന് വിധേയരായ ഈ പാസ്റ്റർമാരെയും സഭാപിതാക്കളെയും സൗഹാർദ്ദപൂർണമായ ആശയസംവാദത്തിലൂടെ തിരുത്തുകയാണ് വേണ്ടത്. ആശയത്തെ നേരിടുവാൻ ചങ്കുറപ്പുള്ളവർ ഒരിക്കലും ആയുധമെടുക്കുകയില്ല. അതിനുള്ള ആശയക്കരുത്തും ആർജവവും സമാജത്തിന് നൽകുവാൻ ആർഷവിദ്യാ സമാജം എന്നും മുന്നിലുണ്ടാകും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.